ഈ അടുത്തൊരു സ്കൂളിൽ പോകാനിടയായി. ടീച്ചേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം. പ്രിൻസിപ്പലിനോട് ചോദിച്ചു എന്തെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക് എടുക്കണോ എന്ന്. അവർ പറഞ്ഞ ടോപ്പിക് എന്താണെന്നറിയാമോ? സിംഗിൾ പാരൻസിനോട് എങ്ങനെ പെരുമാറണമെന്ന് ടീച്ചേഴ്സിനോടൊന്നും മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്ന്. പ്രിൻസിപ്പൽ പറഞ്ഞു അവിടെ 50% കുട്ടികളും ഇങ്ങനെയുള്ള വീടുകളിൽ നിന്നുമാണെന്ന്. സിനാരിയോ മാറി. സിനാരിയോ ഹാസ് ചേഞ്ച്ഡ്. അതായത് ടീച്ചേഴ്സിന് സിംഗിൾ പാരൻസ് മാത്രമുള്ള വീടുകളിൽ നിന്നും വരുന്ന കുട്ടികളുടെ ഇമോഷണൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുന്നു. ഇതുപോലെ പലരും നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടാകും. അവരുടെ ഇമോഷണൽ ബാലൻസും ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ ശ്രദ്ധിക്കണമെങ്കിൽ ആദ്യം സ്വന്തം മൂഡ് എങ്ങനെയായിരിക്കണം? എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യണമെങ്കിൽ ആദ്യം ആ വസ്തു ആരുടെ കയ്യിലാണ് ഉണ്ടാകേണ്ടത്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ആർക്കാണ് കഴിയുക? ബ്ലഡ് ഡൊണേഷൻ ആർക്കാണ് ചെയ്യാൻ പറ്റുക? ആർക്കാണ് ഗുഡ് ബ്ലഡ് ഉള്ളത്? അതേപോലെ പണം ആർക്കാണ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക? ഇങ്ങനെ സുഖം ആർക്കാണ് നൽകാനാവുക? സന്തോഷം ആർക്കാണ് നൽകാനാവുക? സ്നേഹം ആർക്കാണ് കൊടുക്കാനാവുക? ആരാണോ എല്ലാ ദിവസവും ഇവയെല്ലാം കൊണ്ട് അവനവനെ നിറച്ചുകൊണ്ട് ഓഫീസിലേക്ക് വരുന്നത്, അവർക്കാണ് പങ്കുവെക്കാൻ കഴിയുക. ഓഫീസിൽ നമ്മൾ വേണം ആ ഒരു റേഡിയേറ്ററായി മാറാൻ. റേഡിയേറ്റ്. ഇമോഷണൽ ഹെൽത്ത് വളരെ ഇൻഫെക്ഷ്യസ് ആയൊരു കാര്യമാണ്. വൈബ്രേഷൻസ് മറ്റുള്ളവരിലേക്ക് വേഗം എത്തും. എല്ലാവർക്കും ഹാപ്പിയായി ഫീൽ ചെയ്യാൻ തുടങ്ങും. ഈ ഒരാളുടെ ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കാൻ തുടങ്ങും. കഴിവിനും ബുദ്ധിക്കും മാത്രം പ്രയോറിറ്റി കൊടുത്താൽ പോരാ. നല്ല സംസ്കാരങ്ങൾ ഉണ്ടാക്കുന്നതിന് പ്രയോറിറ്റി നൽകണം. ഒരു ജോലിക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ പോലും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അങ്ങോട്ട് പ്രൊഫൈലും ബയോഡാറ്റയും മാത്രം നോക്കി ആളുകളെ തിരഞ്ഞെടുത്താൽ പോരാ. അവരിൽ നിന്നുമുള്ള സംസ്കാരങ്ങളുടെ വൈബ്രേഷൻസ് അത് തിരിച്ചറിയാൻ കഴിയണം. അവരുടെ സംസ്കാരം, എനർജി ഇതൊക്കെ പ്രാധാന്യമുള്ളതാണ്. ആളുകൾക്ക് പ്രൊഫൈൽ, ട്രെയിനിങ് ഇതൊക്കെ നിങ്ങൾക്ക് നൽകാനാകും. അവരുടെ സംസ്കാരങ്ങളിൽ ചേഞ്ച് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് അവർ തന്നെ ചേഞ്ച് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു ജോലിക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ അവർക്ക് നൽകുന്ന ജോലി, ആ ഒരു റോൾ, അത് ചെയ്യാനാവുന്ന സംസ്കാരങ്ങൾ അവരിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഇതും ചെക്ക് ചെയ്യണം. നാളെ ഒരു ദിവസം മുഴുവൻ ഒരു 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ്. ആരൊക്കെ റെഡിയാണ്? വെരി ഗുഡ്. നിങ്ങളെല്ലാവരും സ്വന്തം എനർജി ഹൈയാക്കാനായി എന്തു ചെയ്യാനും റെഡിയായി വന്നിരിക്കുകയാണ്. അടുത്ത 24 മണിക്കൂർ അവനവന്റെ പ്രതികരണത്തെക്കുറിച്ച് മാത്രം ശ്രദ്ധിക്കുക. എന്റെ റെസ്പോൺസ്, ഇതൊരു പ്രയോറിറ്റിയാണ്. അറ്റൻഷൻ നൽകണം. എന്റെ കൺട്രോളിൽ എന്തെല്ലാമുണ്ട്? ഇപ്പോൾ നമ്മളൊരു റോഡിലാണ്. ചുറ്റുമുള്ള എല്ലാ കാറുകളും ഔട്ട് ഓഫ് കൺട്രോളിലാണ്. ഇങ്ങനെയുള്ളൊരു റോഡിൽ നമ്മളുടെ കാറുമായി നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? എന്ത് ചെയ്യാനാകും? വണ്ടി സുരക്ഷിതമായി വളച്ച് വീട്ടിലേക്ക് എത്തണം. എന്നാൽ നിങ്ങൾ സ്വന്തം വണ്ടിയെ ശ്രദ്ധിക്കുന്നതിന് പകരം ആരുടെയെങ്കിലും വണ്ടികളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വണ്ടി മറ്റു വണ്ടിയുമായി കൂട്ടിമുട്ടും. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഈ ദിവസം മുഴുവൻ ഡ്രൈവ് ചെയ്യേണ്ടത്, അതായത് ചിന്തിക്കേണ്ടത്. ഇതിന് ഒരുപാട് ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ നാച്ചുറലായി ചെയ്യാവുന്ന കാര്യമാണ്. ഇതൊരു നാച്ചുറൽ വേ ഓഫ് ലിവിംഗ് ആണ്. ഇന്ന് നാച്ചുറൽ വേ ഓഫ് ലിവിംഗ് എന്നാൽ ആളുകളുടെ പെരുമാറ്റങ്ങളിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുക എന്നതാണ്. ഇതിനു പകരം മറ്റുള്ളവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഇതിൽ ഒരെണ്ണമല്ലേ ചെയ്യാൻ പറ്റൂ? നമുക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനാകും. പതുക്കെ പതുക്കെ ദിവസങ്ങൾ കഴിയും തോറും നമ്മുടെ ബാറ്ററി ഡിസ്ചാർജ് ആവുന്നതിന് പകരം ഡേ ബൈ ഡേ എന്ത് സംഭവിക്കും? ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങും. ശക്തി വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഗുണം ആ വ്യക്തിക്കോ അയാളുടെ കുടുംബത്തിനോ മാത്രമല്ല, അയാൾ ഉൾപ്പെട്ട ജോലിക്കാണ് അതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ ലഭിക്കുക. സ്ട്രെസ്ഡ് ആയ ആളുകൾ, 50% ഡിപ്രഷനുള്ള ആളുകൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത്രയധികം മിറക്കിൾസ് ചെയ്തു കാണിക്കാമെങ്കിൽ വളരെ ഹാപ്പിയായ ആളുകൾക്ക് എന്തെല്ലാം സൃഷ്ടിക്കാനാകും? ഹാപ്പിയായ ആളുകൾക്ക് ഇതൊക്കെ എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? ജോലി ചെയ്യുന്ന സമയത്ത് സ്വയം ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രം. അവനവൻ ഒരു പ്രയോറിറ്റിയാണ്. നാളെ മുതൽ
ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കാം. ഫോൺ എത്ര മണിക്കാണ് നോക്കേണ്ടത്? സ്ക്രീൻ ടൈം എപ്പോഴാണ്? എഴുന്നേറ്റ് 1 മണിക്കൂറിന് ശേഷം. ആ 1 മണിക്കൂർ നമ്മൾ എന്തെല്ലാം ചെയ്യണം? ഇത് നാളെ പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. ആദ്യ 2 ദിവസങ്ങളിൽ കുറച്ച് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകും. മനസ്സ് പറയും 1 മിനിറ്റ് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വയ്ക്കാം. ആദ്യ 2 ദിവസങ്ങളിൽ ഈ ഒരു കാര്യം ഓവർകം ചെയ്താൽ, അതായത് ഫോൺ നോക്കുന്നില്ല, നോ, ഇറ്റ്സ് എ നോ. നമ്മുടെ വിൽ പവർ വർദ്ധിപ്പിക്കണം. വ്രതമെടുക്കുന്നത് എന്തിനാണ്? ഫാസ്റ്റിംഗ്, ഉപവാസം എന്നൊരു സിസ്റ്റം എന്തിനാണ്? ഉപവാസങ്ങൾ ശരീരത്തെ ഡീറ്റോക്സ് ചെയ്യുക മാത്രമല്ല, വിൽ പവർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വ്രതമെടുക്കുകയാണ്. രാവിലത്തെ ആദ്യത്തെ മണിക്കൂർ 1 മണിക്കൂർ, രാവിലെ 1 മണിക്കൂർ ഇത് ശീലിച്ചാൽ പിന്നീട് നമുക്കത് രാത്രി ഉറങ്ങുന്നതിന് മുൻപും ചെയ്യാനാകും. നമ്മളിൽ പലരും ശരിയായി ഉറങ്ങാറില്ല. ഒരുപാട് സമയം ഉറങ്ങുന്നുണ്ട്, പക്ഷെ നന്നായി ഉറങ്ങുന്നില്ല. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒരേതല്ല. കുറേ നേരം ഉറങ്ങി എന്ന് വെച്ച് സുഖമായി ഉറങ്ങി എന്നർത്ഥമില്ല. ഒരുപാട് നേരം ഉറങ്ങി. ഉറക്കത്തിന്റെ ക്വാളിറ്റി ദിവസം മുഴുവനുമുള്ള മനസ്സിന്റെ ക്വാളിറ്റിയെ ആശ്രയിക്കുന്നു. വളരെയധികം സ്ട്രെസ്, ആങ്സൈറ്റി എന്നിവ മനസ്സിലുണ്ടെങ്കിൽ ശരീരം താനെ ഉറക്കത്തിലേക്ക് വീഴും. പക്ഷെ മനസ്സ് ചെയ്യേണ്ടതെന്തെന്നാൽ വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഒരു കട്ട് ഓഫ് ടൈം വെക്കണം. ഒരു സമയത്തിന് ശേഷം ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇത്ര മണിക്ക് ശേഷം, 7 മണിക്കോ 8 മണിക്ക് ശേഷമോ ജോലി സംബന്ധമായ ഒരു കാര്യങ്ങൾക്കും ഫോൺ നോക്കില്ല. ഇമെയിൽ ചെക്ക് ചെയ്യരുത്, മെസ്സേജസും നോക്കരുത്. ഇത് ചെയ്യാനാവുമോ? പണ്ട് ഫോണില്ലാത്ത കാലത്ത് ആളുകൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പിന്നെ അവർ വീട്ടിലുണ്ടാകും. ഞായറാഴ്ചയും വീട്ടിലായിരിക്കും, അവധി ദിവസത്തിലും അവർ വീട്ടിലായിരിക്കും. അവർ എന്ന് പറയുമ്പോൾ മനസ്സ്. എന്നാൽ ഇന്ന് മനസ്സെവിടെയാണ്? ഫോണിലല്ല. ഫോൺ നോക്കി നമ്മൾ എന്തെങ്കിലും 2 മിനിറ്റ് വായിക്കുന്നു, എന്നിട്ട് ഫോൺ അവിടെ വെക്കുന്നു. എന്നാൽ ഈ വായിച്ചത് നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞു. ശരിക്കും മനസ്സ് ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മനസ്സ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റും, ഓരോ ദിവസവും. എത്ര തന്നെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും? മുഴുവൻ ദിവസം. ഫോണിൽ സമയം ചിലവഴിക്കുന്നതിലല്ല. നമ്മളിൽ പലർക്കും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എല്ലാ ഇമെയിലുകളും മെസ്സേജുകളും ഒന്നുകൂടി നോക്കുന്ന ശീലമുണ്ട്. ഓക്കെ, നിങ്ങളിൽ എത്ര പേർക്ക് ആ ശീലമുണ്ട്? ശരീരം ഉറങ്ങുന്നു, മനസ്സ് ജോലി ചെയ്യുന്നു. കാരണം മനസ്സിനൊരു സ്റ്റിമുലസ് നൽകിയ ശേഷമാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ എന്തുണ്ടാകും? എന്ത് സംഭവിക്കും? ഉറക്കത്തിൽ മനസ്സെങ്ങനെയാണോ ചാർജ്ഡ് ആകേണ്ടത്, ഈ ചാർജ്ഡ് ആവൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ പലർക്കും രാവിലെ എഴുന്നേറ്റാൽ ഇനിയും ഉറങ്ങണം എന്ന് തോന്നുന്നത്. കുറച്ചു നേരം കൂടി ഉറങ്ങണം എന്ന് തോന്നാറില്ലേ? പക്ഷെ അതിനുള്ള സാഹചര്യമില്ല, ഓപ്ഷനില്ല. ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ക്ഷീണിച്ച മനസ്സിനെ മുഴുവൻ ദിവസവും ജോലി ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ 1 വർഷം, 2 വർഷം, 5 വർഷമാകുമ്പോഴേക്കും മനസ്സ് ക്ഷീണിക്കുന്നു. മനസ്സ് ക്ഷീണിതയാണ്. വേറെ യാതൊരു പ്രശ്നവുമില്ല. ജസ്റ്റ് എ ടയേർഡ് മൈൻഡ്. മനസ്സിനെ ശ്രദ്ധിക്കണം. അതിനായി ഒരു കട്ട് ഓഫ് ടൈം വെക്കണം. ഐഡിയലി വൈകുന്നേരമാവുക എന്ന് പറഞ്ഞാൽ ഓഫീസ് സമയം കഴിഞ്ഞു എന്നാണ് അർത്ഥം. പക്ഷെ ആ സമയത്തും നിങ്ങളുടെ ജോലികൾ തീരുന്നുണ്ടോ? ജോലികൾ മുഴുവനാകുന്നുണ്ടോ? ഇതിനെ നമുക്ക് നമ്മുടെ ഒരു വർക്ക് കൾച്ചറായി മാറ്റുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ടീം ഹെഡാണെങ്കിൽ ഇതിനെ നിങ്ങൾ നിങ്ങളുടെ ടീമിന്റെ കൾച്ചറായി മാറ്റണം. അത്രയും പ്രധാനപ്പെട്ട, വളരെ വേണ്ടപ്പെട്ട ഒരു ക്രൈസിസ് സിറ്റുവേഷനിലല്ലാതെ ഓഫീസ് ടൈമിങ്ങിന് ശേഷമുള്ള സമയങ്ങളിൽ നമ്മൾ ആരും പരസ്പരം വിളിക്കുകയില്ല, മെസ്സേജ് ചെയ്യില്ല. ഇത് വെറുമൊരു സംസ്കാരമാണ്. ഇത് ജോലി ചെയ്യുന്ന ഒരു രീതി മാത്രമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നാളെ രാവിലെ 8 മണിയാവുമ്പോഴേക്കും നിങ്ങളുടെ കൂടെയുള്ള ആളുകളെല്ലാം വളരെ റെസ്റ്റ് ലഭിച്ചവരും ഫ്രഷ് ആയിട്ടുള്ളവരും അവർ വളരെ നല്ല റിസൾട്ട് നൽകുകയും ചെയ്യുന്നു.
വൈകുന്നേരങ്ങളിലും രാത്രികളിലുമൊക്കെ ജോലി ചെയ്യുന്നതിലൂടെ കൂടുതൽ അച്ചീവ്മെന്റ്സ് നേടുന്നു എന്ന തെറ്റായ ധാരണ ആളുകൾക്കിടയിലുണ്ട്. എന്നാൽ വളരെ ക്ഷീണിതരായ ആളുകളെയാണ് പിറ്റേന്ന് ലഭിക്കുന്നത്. സ്ട്രെസ്ഡ് ആയ ആളുകൾ, ഡിപ്രസ്ഡ് ആയ ആളുകൾ. കാരണം അവർക്ക് പ്രോപ്പർ റെസ്റ്റ് ലഭിക്കുന്നില്ല. ഇങ്ങനെയൊരു കട്ട് ഓഫ് ടൈം വെക്കാൻ സാധിക്കുമോ? പറ്റുമോ? മാനേജറോടും സ്നേഹത്തോടെ പറയണം, സർ താങ്കളും റെസ്റ്റ് ചെയ്യൂ, ഞങ്ങളും റെസ്റ്റ് ചെയ്യാം, 8 മണിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ജോലി ചെയ്യാം, പെട്ടെന്ന് തീർക്കാം. ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. മറ്റുള്ളവർ പെട്ടെന്ന് ചേഞ്ച് ആവില്ല. ആ മാറ്റം എന്നിൽ നിന്നും വരണം. ഞാൻ ആ മാറ്റമായി തീരണം. ഇന്ന് ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയെന്ന് വെച്ച് അതെന്റെ ഭാഗ്യത്തിൽ മാറ്റം വരുത്തുന്നില്ല. കുറ്റപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി വളരെ പെട്ടെന്ന് ടോപ്പിക് മാറ്റാൻ കഴിയും. എന്നാൽ അതിന്റെ കോൺസിക്വൻസസ് അത് ആരുടെ അടുത്തേക്കാണ് എത്തുക? എന്റെ അടുത്തേക്കാണ് വരിക. രാത്രി 9 മണിക്ക് ശേഷം നിങ്ങൾ ആരെയും വിളിക്കാതിരിക്കുകയും മെസ്സേജ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ആർക്കും നിങ്ങളെ ഒന്നും പറയാൻ കഴിയില്ല. സർ ഞാൻ 9 മണിക്കേ ഉറങ്ങി എന്ന് നിങ്ങൾക്ക് പറയാം. കഴിഞ്ഞു, ഉറങ്ങി. ഞാൻ ഏത് സമയത്ത് ഉറങ്ങണമെന്ന് മറ്റാർക്കെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? ആർക്കും പറ്റില്ല. പക്ഷെ നമുക്ക് പേടിയാണ്. നമ്മൾ ഭയക്കുന്നു. നമുക്ക് പകരം വേറെ ആരെങ്കിലും ചെയ്താലോ? വേറെ ആരെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർ എന്നെക്കാളും മുന്നിലെത്തും. അതുകൊണ്ട് നമ്മൾ 11 മണിവരെ, 12 മണിവരെ, 1 മണിവരെയൊക്കെ ജോലി ചെയ്യുന്നു, ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് വളരെ ക്ഷീണിതരായി പിറ്റേന്ന് ഓഫീസിൽ പരസ്പരം കണ്ടുമുട്ടുന്നു. അവനവനിൽ വിശ്വാസം വെക്കണം. ഇതൊരു പന്തയമല്ല. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കരുത്. നമ്മൾ നമ്മുടെ കപ്പാസിറ്റിയെ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ബെസ്റ്റ് കപ്പാസിറ്റിയുമായി ഓഫീസിലെത്തണം. ഉറപ്പായിരിക്കും. ആദ്യം ഒരു കട്ട് ഓഫ് ടൈം വയ്ക്കുക. ആ സമയത്തിന് ശേഷം ക്രൈസിസ് ഉണ്ടെങ്കിൽ മാത്രം. ക്രൈസിസ് റെയറാണ്. ദുർബലമായ മനസ്സ് എല്ലാത്തിനെയും ക്രൈസിസ് ആക്കുന്നു. ക്രൈസിസ് വളരെ റെയറാണ്. പതുക്കെ നിങ്ങളുടെ ടീം അതിനെ സ്വീകരിക്കും. ഗ്രാജുവലി നിങ്ങളുടെ ഓഫീസ് പിന്തുടരും. ഇത് മറ്റുള്ള ഓഫീസുകളിലും കോപ്പി ചെയ്യാൻ തുടങ്ങും. പതുക്കെ ലോകം മുഴുവൻ പിന്തുടരാൻ തുടങ്ങും. ശരിയായ രീതിയിൽ ജീവിക്കാൻ, ശരിയായ രീതിയിൽ ജോലി ചെയ്യാനും, ശരിയായ രീതിയിൽ പണം സമ്പാദിക്കാനും, ശരിയായ വിജയം എന്താണെന്നും നിങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. സന്തോഷമുള്ളവരാകൂ, ആരോഗ്യമുള്ളതാകൂ. പിന്നെയാണ് ധനവാന്മാരായി മാറേണ്ടത്. പ്രയോറിറ്റി ശരിയായിരിക്കണം. ആദ്യം ചെയ്യേണ്ടത് വൈകുന്നേരത്തെ കട്ട് ഓഫ് ടൈം സെറ്റ് ചെയ്യലാണ്. എത്ര മണിക്കാണ് തുടങ്ങേണ്ടത്? 10 മണി. 10 മണിക്ക് ശരിക്കും ഉറങ്ങേണ്ട സമയമായി. കട്ട് ഓഫ് ടൈം. എത്രത്തോളം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു, എത്രത്തോളം അവനവനെ സ്നേഹിക്കുന്നുണ്ടോ, എത്രയധികം സ്വന്തം കുടുംബത്തെയും ജോലിയെയും സ്നേഹിക്കുന്നുണ്ടോ, അത്രയും വേഗം കട്ട് ഓഫ് ടൈം വൈകുന്നേരം വെക്കണം. മനസ്സിന് റെസ്റ്റ് കൊടുക്കൂ. സ്വന്തം ശരീരത്തിനും മനസ്സിനും അല്പം ദയ കാണിക്കൂ. മനസ്സിനെ മാത്രമല്ല, ശരീരത്തെയും ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം നമ്പർ 1 ഇൻ ഡയബറ്റിസ്, നമ്പർ 1 ഇൻ ഡിപ്രഷൻ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലല്ല നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളത്. അസ്വസ്ഥമായ മനസ്സ് ശരീരത്തെ ഹീൽ ചെയ്യുന്നില്ല. ഉറക്കത്തിനിടയിൽ ഒരുപാട് അവയവങ്ങൾ ഹീലാവുന്നുണ്ട്. എന്നാൽ പകരം നമ്മൾ രാത്രി ശരീരത്തിലേക്ക് സ്ട്രെസ്സാണ് റേഡിയേറ്റ് ചെയ്യുന്നത്.